എടാ ടിങ്കു, പണിയെടുക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്ക? മിങ്കോ, നിനക്കറിയില്ല അതിൻ്റെ ഒരു വഴിയുണ്ട്. ബാ, ഞാൻ കാണിച്ചു തരാം. ടിങ്കു, ഇവിടുന്ന് തന്നെ പറഞ്ഞുകൊണ്ട എന്താ വഴി? എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തുപിടി കിട്ടുന്നില്ല. മിങ്കോ, പിന്നെ അതില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ? നമുക്ക് ചൈനയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കുറച്ച് സാധനം ഇറക്കിയിട്ട്, ലോഡ് കിടക്കുന്ന സാധനം ഇറക്കിയിട്ടേ നമുക്ക് ഓൺലൈൻ ബിസിനസ് തുടങ്ങിയാലോ? അതിന് എൻ്റെ അടുത്ത് കായുണ്ടോ? എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല. നമുക്ക് അതിനുള്ള പൈസ ഇപ്പൊ എവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? എവിടുന്ന് കിട്ടും അതിനുള്ള പൈസ? എൻ്റെ അടുത്ത് ഒരു പൈസയില്ല. ഞാൻ കരുതിയത് എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവുന്ന. ഇജിപ്പോൾ 5 പൈസ ഇല്ലാതെ ഇപ്പോൾ ബിസിനസ്സിന് ഇറങ്ങാൻ പോണ്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ബാങ്ക് റോബർ ചെയ്താലോ? ടിങ്കോ, അത് വേണ്ട, അതൊന്നും ശരിയാവില്ല. അതൊക്കെ ഞമ്മക്ക് പറ്റിയ പരിപാടിയല്ല. ഞമ്മക്ക് തടി അനങ്ങാതെ പൈസ ഉണ്ടാക്കണം. അതിനിപ്പോ എന്താ വഴി? തടി അനങ്ങാതെ പൈസ ഉണ്ടാക്കാനിപ്പോ ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ആ, ഒരു വഴിയുണ്ട് കേട്ടോ. എന്നാ പറ, എന്താ വഴി? എളുപ്പ വഴിയാണോ? എളുപ്പവഴിയൊക്കെ തന്നെയാണ്. ഇഞ്ചി ആദ്യം പോയിട്ടൊന്ന് മരിച്ചിട്ട് ഒരു അംബാനിന്റെ മോനായിട്ട് ജനിച്ചോ. അപ്പം ഇഞ്ചി പൈസക്കാരനായില്ലേ? ടിങ്കോ, ഇഞ്ച തമാശ വിട്. നമുക്ക് എന്താ ഒരു വഴി? എത്ര പെട്ടെന്ന് പൈസക്കാരനാണോ? എന്നിട്ട് നല്ല അടിച്ച പോലെ കാർ എടുക്കണോ? നമുക്ക് ഇങ്ങനെ ടൂറ് പോകണോ? ലാവിഷ് ലൈഫായിരിക്കണം. എന്തപ്പ അതിനൊരു വഴി? എന്നാ പിന്നെ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയാലോ? ഇപ്പം എല്ലാവരും പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്താ എൻ്റെ അഭിപ്രായം? ആഹാ, അത് ശരിയാ. ഇത് എന്റെ ഫ്രണ്ട് മിന്റുമോളില്ലേ, മിന്റുമോള് പറഞ്ഞിക്കണേ യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? ആ, എന്നാ പിന്നെ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് നല്ലോണം പൈസ ഉണ്ടാക്കാം. ഓക്കെ, ശരി, എന്നാ റെഡി. ഓക്കെ.